ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 16 തിരുസഭ നമുക്ക് ധ്യാന വിഷയത്തിനായി നൽകുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടതില്ല. ഈശോ തങ്ങളെ വിട്ട് എവിടെയോ പോകുമെന്ന് മനസ്സിലാക്കുന്ന ശിഷ്യർ നിരാശരും അസ്വസ്ഥരും ആകുന്നുണ്ട്. അവർ നീ പോകുന്നിടത്തെല്ലാം ഞാൻ വരുമെന്ന് വാശിയോടെ അപ്പോൾ പത്രോസ് പറയും. ഈശോയ്ക്ക് വേണ്ടി ജീവിതമാർഗവും ഉപേക്ഷിച്ചവനോട് ഈ രാത്രി തന്നെ കോഴി കൂവുന്നതിന് മുൻപ് എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോയും പറയും. ഇത്രയും കാലം അവനോടൊപ്പം ജീവിതം ആഘോഷമായിരുന്നു, സമൃദ്ധിയുണ്ടായിരുന്നു. അവനോടൊപ്പമുള്ള യാത്രകൾ, അവൻ്റെ ക്ലാസുകൾ, അത്ഭുത പ്രവൃത്തികൾ എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് എവിടെയോ പോകുന്നു എന്നറിയുമ്പോൾ, തള്ളിപ്പറയുമെന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ശിഷ്യഗണം. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം നാം വായിച്ചെടുക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. തുടർന്ന് അവർക്കും നമുക്കൊക്കെയും നിത്യജീവനെക്കുറിച്ച് വലിയ ഒരു ബോധ്യം നൽകുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നും അവിടെ നിങ്ങൾക്കായി ഭവനമൊരുക്കാനാണ് ഞാൻ പോകുന്നതെന്നും പറയുമ്പോൾ, ഈ ലോകത്ത് ജനിക്കാൻ ഒരു ഭവനമില്ലാതിരുന്നവൻ നമുക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുന്നു എന്ന മനോഹര ചിന്തയുണ്ട്. ഈശോ നമുക്കായി ഒരുക്കുന്ന സ്വർഗത്തിലെ ആ നിത്യസമ്മാനമാവട്ടെ നമ്മുടെ ലക്ഷ്യം. സ്വർണ്ണ നാവുള്ള വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെയും അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന അർക്കാദിയൂസ് രാജസന്നിധിയിൽ വിളിച്ച് വിശ്വാസം ത്യജിച്ചില്ലെങ്കിൽ നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ എൻ്റെ പിതാവിൻ്റേതാകയാൽ എവിടേക്ക് അയച്ചാലും എനിക്ക് പ്രശ്നമില്ല. ദേഷ്യം പൂണ്ട രാജാവ് ഒടുവിൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കി. അപ്പോൾ വിശുദ്ധ ക്രിസോസ്റ്റം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ പണ്ടേ മരിച്ചവനാണ്. മരണം എനിക്ക് നേട്ടമാണ്. അതിനാൽ മരണം കൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ പിന്നെ നിന്റെ സർവ്വ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും പിടിച്ചെടുത്ത് നിന്നെ ഒന്നുമില്ലാത്തവനാക്കും എന്നായി ചക്രവർത്തി. അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, എൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വർഗത്തിലാണ്, എൻ്റെ ഹൃദയവും അവിടെയാണ്. ഒടുവിൽ രാജാവ് പറഞ്ഞു, നിന്റെ സ്നേഹിതരെയെല്ലാം ബന്ധുക്കളെയെല്ലാം ഞാൻ പിടിച്ചെടുക്കും, നിന്നിൽ നിന്ന് അകറ്റും. അപ്പോൾ വിശുദ്ധൻ അങ്ങേയറ്റം ശാന്തനായി യാതൊരു അസ്വസ്ഥതയുമില്ലാതെ പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഈശോയാണ്. ഈശോ അല്ലാതെ മറ്റാരും എനിക്കില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈ വിശുദ്ധൻ്റെ ബോധ്യം ഈ ലോക ജീവിതമൊന്നുമല്ലെന്നും ലോകകാര്യങ്ങൾ കടന്നു പോകുന്നുവെന്നുമുള്ള ആഴമായ ബോധ്യം നമ്മെ ഈശോ ഒരുക്കിയ ആ സ്വർഗീയ ഭവനത്തിലേക്ക് നയിക്കും. മഴ പെയ്തപ്പോൾ കയറി നിന്ന ഇടം ഭൂമി എന്നൊരു സെൻ പഴമൊഴിയുണ്ട്. ലോകജീവിതത്തിൻ്റെ നൈമിഷികത വ്യക്തമാക്കുന്നതാണിത്. പിതാവിൻ്റെ അടുക്കൽ ഒരുക്കുന്ന ആ ഭവനത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ്. തുടർന്നുള്ള വചനം പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. സുവിശേഷത്തിൽ ഈശോ പറയുന്ന 7 ഞാൻ ആകുന്നു എന്ന വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ ദി 7 I am സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരെണ്ണമാണ് ഇത്. ഞാനാണ് വഴിയും സത്യവും ജീവന്. അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ്റെ പ്രബോധനങ്ങൾ വിശ്വസിക്കുക, അവൻ നൽകിയ ജീവൻ്റെ വിരുന്നിൽ നിത്യം പങ്കുചേരുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെ. ഈ ആധുനിക ലോകത്ത് സത്യമേതെന്നും നടക്കേണ്ട വഴി ഏതെന്നുമൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നവരാണ് നമുക്ക് ചുറ്റും. യാതൊരു കൺഫ്യൂഷനും വേണ്ട. ക്രിസ്തുവിലാണ് നിത്യജീവൻ. അവിടുന്ന് തന്നെയാണ് വഴിയും സത്യവും ജീവനും. ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.